ആദ്യം തന്നെ ഒരു പുരുഷമായിട്ടാണ് വരുന്നത്. പതിനെട്ട് പുരോഹിതൻ ഇപ്രകാരം പറയും: വാനിൽ നിന്നോരു മൊഴിതൻ കർത്തൻ കയ്യാൽ മണവാളൻ ശിരസിന്മേൽ മുടി ചൂടിയിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതായി പഠിപ്പാൻ കഴിയുന്നു. മണവാളന്റെയും മണവാട്ടിയുടെയും അടുക്കൽ അതുപോലെ തന്നെ വരും. എന്താണ് അത് വെളിപ്പെടുത്തുന്നത്? ദൈവത്തിന് സ്തോത്രം. കുരിശ് എന്നുള്ള ക്രൂശ് എന്നുള്ളത് കഷ്ടതയാണല്ലോ വെളിപ്പെടുത്തുന്നത്. കുടുംബജീവിതം കഷ്ടതകളും പരീക്ഷകളും പരിശോധനകളും നിറഞ്ഞതാണെന്നുള്ളത് ആദ്യം തന്നെ വെളിപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, നീ വിവാഹം കഴിച്ചാലും തെറ്റില്ല, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത് എന്ന് എന്റെ ദൈവത്തിന് സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം വിലക്കുന്നവരല്ല, വിവാഹം ആവശ്യമെങ്കിൽ അത് നടത്തി കൊടുക്കുന്നവരാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, അതെ, അതിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയ ശേഷം വേണം കൈകൊടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ സെന്റൻസുകളിലൊന്ന് ഓർപ്പിക്കുന്നത്. കഷ്ടതകൾ ഇന്നത്തെ കാലയളവുകളിൽ കഷ്ടതകളും പരീക്ഷകളും പരിശോധനകളും വരുമ്പോൾ ഓരോരുത്തരും ചെയ്യാറുള്ളതായ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ശുശ്രൂഷ നടത്തിക്കൊടുത്ത ആളിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. ഫാദർ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല, സംഗതി ആകപ്പാടെ കുഴപ്പമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം വരുത്തി കൊടുക്കണം. ഇല്ല എങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ഇത് ഉദ്ദേശിച്ച പോലെയല്ല, കാര്യങ്ങൾക്ക് ഒരു ക്രമീകരണം വരുത്തി തരണം, ഞങ്ങളിങ്ങനെ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നതായ അനേകരെ ഈ കാലയളവുകളിൽ കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. ദൈവനാമത്തിന്റെ മഹത്വം. ഈ അടുത്ത സമയത്ത് ചില നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ മുൻപിൽ വരുന്നത്. ദൈവത്തിന് എനിക്കറിയാവുന്നതായ ഒരു കുടുംബം, സ്തോത്രം, നിസ്സാരമായ ഒരു കാര്യം, താൻ പുരുഷൻ പുറത്തൊക്കെ പോയിട്ടൊന്ന് വന്നു, വീട്ടിൽ വന്ന ശേഷമായിട്ട് ഉച്ചനേരമായി താൻ വന്നു കഴിഞ്ഞപ്പോൾ തന്റെ വധു അല്ലെങ്കിൽ ഭാര്യ, ദൈവത്തിന് സ്തോത്രം, അവർ അദ്ദേഹത്തിന് ഭക്ഷണത്തിന് സമയമായതുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി തനിക്ക് മുൻപിൽ വിളമ്പി വെച്ചു. താൻ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയപ്പോഴേ തന്റെ ഫോൺ കുറച്ച് അപ്പുറം മാറിയിരുന്നു കൊണ്ട് അത് ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ഭാര്യ ഓടിപ്പോയി അത് എടുക്കുവാൻ തുടങ്ങിയപ്പോ എടുക്കരുത് എന്നൊരാജ്ഞ. മോഡലിൽ എടുത്താലെന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഓടിപ്പോയി എടുത്തു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സ്തോത്രം, തന്റെ കൈ ചെല്ലേണ്ടടുത്ത് വേറെ രീതിയിൽ അങ്ങ് ചെന്നു. അതോടുകൂടെ രണ്ടുപേരും രണ്ട് വീട്ടിലായി. 2 കുഞ്ഞുങ്ങളുടെ മാതാവാണ്. ദൈവനാമത്തിന്റെ മഹത്വം. 2 പേരും 2 വീട്ടിലായി. എന്നാൽ നിസ്സാരമായ ഒരു കാര്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങളുടെ വരെ വിദ്യാഭ്യാസ സംബന്ധിച്ച് ഓൺലൈനിൽ കൂടെയൊക്കെ പഠിപ്പിക്കുന്ന വിഷയം വന്നതുകൊണ്ട്, ജോലി പോലും ഓൺലൈനിലായിരിക്കുന്നത് കൊണ്ട്, അതുപോലെ ഇന്റർവ്യൂ ഓൺലൈനിലായിരിക്കുന്നത് കൊണ്ട് ഫോണില്ലാത്തതായ ഒരു കുടുംബവുമില്ല. കൊച്ചു കുട്ടികളുടെ ഈ കയ്യിൽ വരെ ഫോണുകളുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് അറിയാൻ വയ്യാത്തതായ ഒരു നമ്പർ ഭർത്താവിനും, ഭർത്താവിന് അറിയാൻ വയ്യാത്തതായ ഒരു നമ്പർ ഭാര്യയ്ക്കും, ഇരുവർക്കും ആവശ്യമില്ല. ദൈവനാമത്തിന് മഹത്വം. തമ്മിൽ ഒരു അറിവുണ്ടായിരിക്കണം. അത് ഇന്നും ശരിയായ ആദ്യ അനുഭവത്തിൽ കൂടി യോജിച്ചെന്ന് പറയാൻ ഒക്കുന്നില്ല. ചില വർഷങ്ങളായി നിസ്സാര കാര്യത്തിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു കുടുംബത്തിൽ ചെറിയ ഒരു വിഷയം ഉണ്ടായി. തമ്മിൽ ചേർന്ന് പോകുവാൻ ഒരു വിഷമം. ഏതായാലും തന്നെ എല്ലാവരും കൂടെ കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളെ കുറിച്ച് ആദ്യമൊക്കെ ഒന്ന് സംസാരിച്ചതൊന്നും അടുക്കുന്ന ഒരു ലക്ഷണം വന്നില്ല. എന്നാൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് തമ്മിൽ കറക്റ്റായിട്ട് പണ്ടത്തതിനേക്കാൾ മനോഹരമായ നിലയിൽ കൂടി യോജിക്കുവാനൊക്കെ വേണം ഇടയാക്കി തീർത്തു. ദൈവനാമത്തിന്റെ മഹത്വം. ആയതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അവിടേക്കും ഇവിടേക്കും ഓടുകയാണോ ചെയ്യേണ്ടത് ഒരു ചോദ്യം ചോദിച്ചാൽ, തിരുവചനത്തോട് ചേർന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, മലാഖി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം എടുത്തു പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവേ. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവേ. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ഇവിടെ നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന്
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസത കാണിക്കരുത്. ദൈവനാമത്തിന്റെ മഹത്വം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എന്താ ചെയ്യേണ്ടത്? തമ്മിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. ദൈവനാമത്തിന്റെ മഹത്വം. അതിന് ഞാൻ ഇപ്രകാരം മറുപടി കൊടുക്കാറുണ്ട്. വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്, മുപ്പരി ചരട്, ബാക്കി പറയാമോ? മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല എന്ന് കാണുവാൻ കഴിയും. ഫാമിലി എന്നൊരു വാക്ക് നമുക്ക് എടുക്കാം. ദൈവത്തിന് സ്തോത്രം. അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാനാണെങ്കിൽ വളരെ ഉണ്ട്. ഞാൻ ആദ്യത്തെ 1-2 അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യത്തെ അക്ഷരം എഫ്, ഫീമെയിൽ, പെൺകുട്ടിയെ വെളിപ്പെടുത്തുന്നതായി മനസ്സിലാക്കുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ എ എന്നൊരു അക്ഷരം, അത് കഴിഞ്ഞാൽ എം എന്നൊരു അക്ഷരം, എം മെൻ, പുരുഷനെ വെളിപ്പെടുത്തുന്നതായി കാണുന്നു. അങ്ങനെയെങ്കിൽ എ എന്ന് അക്ഷരം ചോദിച്ചാൽ ആൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ സർവശക്തനായ ദൈവത്തോട് കൂടെ ഇപ്പോൾ പറഞ്ഞ വാക്യത്തോട് ചേർന്ന് മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ലേഖനങ്ങളിൽ പൗലോസ് ശ്ലീഹ പ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് എന്ത് ചെയ്യരുത്? വെച്ചുകൊണ്ടിരിക്കരുത്. അതിനു മുമ്പേ തന്നെ ദൈവസന്നിധിയിൽ മുഴക്കാൽ മടക്കി കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണങ്ങൾ വരുത്തിക്കൊള്ളണം. അക്ഷരികമായിട്ടുള്ള സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആത്മീകമായിട്ട് കൃപകൾ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് മുൻപ്, പ്രശ്നങ്ങൾ ഉണ്ടായി അകന്നകന്നു പോകുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തി ദൈവഹിതപ്രകാരം നാം മുൻപോട്ട് പോകണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിപ്പാനിടയായി തീരും. ഇതറിഞ്ഞിട്ട് വേണം കൈ കൊടുക്കുവാൻ എന്നുള്ളതായ കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു മാതാവ് എന്നിട്ട് പറയുകയാണ്, അന്ന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു, മക്കളും കൊച്ചുമക്കളുമായി. അന്നേരം പറയുന്നത്, അന്ന് ഈ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഈ പണിക്ക് ഞാൻ പോകത്തില്ലായിരുന്നു കേട്ടോ എന്ന് ഈ അടുത്ത സമയത്ത് വന്ന് പറയുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവർ കണ്ടിരുന്നേക്കാം. എങ്കിലും ദൈവത്തോടു കൂടെ നടന്ന് യഹോവ ഭക്തന്മാരായി ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തോടു കൂടെ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ എത്രയും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ നിശ്ചയമായിട്ടും സാധ്യമായി തീരും. ദൈവത്തിന് സ്തോത്രം.